ഈ അർജൻറ്റീനയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്രാവശ്യം മറ്റൊരു വിവാദം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അർജൻറ്റീന ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തില്ല, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിലുള്ളൊരു വിവാദം. അപ്പോൾ അതിനനുസരിച്ചുള്ള പല അർജൻറ്റീന ആരാധകർക്ക് നേരെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള ഇതുണ്ടായിരുന്നു, എതിർപ്പുകളും വിമർശനങ്ങളുമൊക്കെ ഉയർന്നിരുന്നു. അത് വർദ്ധിച്ചു വരും. ഇത്തവണ അത് ലോകകപ്പിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. കുറച്ച് ടീമുകളെങ്കിലും അർജൻറ്റീനയുമായിട്ട് ഞങ്ങൾ കളിക്കില്ല എന്ന് പറയും. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. അർജൻറ്റീനയുമായിട്ട് ഞങ്ങൾ കളിക്കില്ല. പിന്നെ കാണികളുടെ ഇടയ്ക്ക് ഈ പലസ്തീൻ്റെ കളർ, മറ്റേ വത്തയ്ക്കയുടെ കളറൊക്കെ വെച്ചുള്ള കലാപരിപാടി ചെയ്യുക. കേരളത്തിൽ പ്രത്യേകിച്ച് അതിന് വലിയ ഇഫക്റ്റ് ഉണ്ടാകും. കേരളത്തിലെ അർജൻറ്റീന ആരാധകർ മുഴുവൻ വെള്ളത്തിലാവും. കൂടാതെ അർജൻറ്റീനയെ മിഷിഹ എന്ന് വിളിക്കുന്ന ആ വിളിയുണ്ടല്ല, അതും ഈ പറഞ്ഞ ജിഹാദി ടീമിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത വിളിയാണ്. അപ്പോൾ അത് എപ്പോഴാണ് അത് പൊട്ടിപ്പുറപ്പെടുന്നത് അറിഞ്ഞുകൂടാ, അതുണ്ടാകും ഒരു ദിവസം. പിന്നെ പൊതുവേ ഈ ലാറ്റിൻ അമേരിക്കൻ കരുത്ത് എന്നുള്ളതിൽ ഈ ഇടതുപക്ഷത്തിന് അതിൻ്റെ പേരിൽ അർജൻറ്റീന എന്നുള്ള രീതിയിൽ ഒരു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിലൊക്കെ അത് കണ്ടിരുന്നു, ആ രാഷ്ട്രീയം കൂടെ ചേർത്ത്. അപ്പോൾ അതും കൂടെ കിടക്കുന്നതുകൊണ്ട് ഈ ഒരു ഇസ്രായേലും കൂടെ വന്നപ്പോഴത്തേന് അവരാകെ ധർമ്മസങ്കടത്തിലായി. ഇതിപ്പോൾ എന്ത് പറയും എന്നുള്ള അവസ്ഥയിൽ. അല്ല, അത് മൊത്തം ഇവരുടെ ധർമ്മസങ്കടമാണല്ലോ. ഇപ്പോൾ ഈ ഇറാൻ അമേരിക്ക ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ ഇവിടെ ഉള്ളവർക്ക് മിണ്ടാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ഇറാനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ ഗൾഫിലുള്ളവർ പിണങ്ങും, ഗൾഫിനെ അനുകൂലിച്ചാൽ ഇസ്ലാമിന് വിരുദ്ധമാകും, ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. ഗൾഫ് യുദ്ധത്തെപ്പറ്റി ചർച്ചകളില്ല. CPM രാഷ്ട്രീയം മിണ്ടുകയില്ല, മുസ്ലിം ഗ്രൂപ്പ്സ് ഒന്നും മിണ്ടുകയില്ല. അപ്പോൾ ഇവരുടെ ഈ രാഷ്ട്രീയം കളിയിൽ വരും. ഇതുവരെ അത് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് മാത്രമാണ് സംശയം. താമസിയാതെ അത് വരുത്തും അവർ. വാസ്തവത്തിൽ നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഒരു കാര്യത്തിലും സഹകരിക്കേണ്ട കാര്യമില്ല. കളിയും വേണ്ട, കാര്യവും വേണ്ട, നീ നിൻ്റെ പാട് നോക്കി പോകുന്നു. ആ ഒരു നിലപാട് നമ്മളെടുത്താൽ മതി. അതല്ലാതെ ഇത് കളിയാണ്, ഇതിൽ രാഷ്ട്രീയം പാടില്ല എന്നൊക്കെയുള്ളത് അത് ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും നമുക്കത് ചെയ്യാം. പാകിസ്ഥാൻ്റെ അടുത്ത് അത് പറ്റും. കാരണം പാകിസ്ഥാൻ സകലതിലും നമുക്ക് വിരുദ്ധമായ രീതിയിൽ പോകുന്ന ഒരു രാജ്യമായിട്ട് മാറിയത്. ഇപ്പോൾ ചൈന നമ്മുടെ സുഹൃത്തൊന്നുമല്ല. പക്ഷേ ചൈനയുമായിട്ട് നമുക്ക് ഈ ജാതി പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. കാരണം ഒരു ജെൻറ്റിൽമാൻ ശത്രുവാണ് ചൈന. പാകിസ്ഥാൻ അങ്ങനെയല്ല. പക്ഷേ ഇവർക്ക് പാകിസ്ഥാൻ പ്രിയപ്പെട്ട രാജ്യമാണ്. എന്ത് ചെയ്യാൻ പറ്റും?